വെൽക്കം ഗായ്സ് മൈ യൂട്യൂബ് ചാനൽ. ESP32 ഉപയോഗിച്ചിട്ട് അടിപൊളി ഗെയിം ഉണ്ടാക്കിയാലോ? സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് കൺട്രോൾ ചെയ്തിട്ട് അത് എളുപ്പമായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കണം. അതിനായി നിങ്ങൾ ആദ്യം എൻ്റെ ചാനൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഗെയിമിങ് സാലറി ഗെയിമല്ല, അടിപൊളി ഗെയിമാണ്. ഓക്കെ, ESP32 ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന ഗെയിമിൻ്റെ കമ്പോണൻസും നെയിമും സ്പെസിഫിക്കേഷൻ ഇതാണ്. പിന്നെ സർക്യൂട്ട് ഡയഗ്രാം ഇതാണ്. അത് നോക്കി കറക്റ്റായിട്ട് കണക്ഷൻ ചെയ്ത ഗെയിം സെറ്റ് ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ലിങ്കിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അതുപോലെ ലിങ്കിൽ ഞാൻ കോഡും ലൈബ്രറിയും ചെയ്തിട്ടുണ്ട്. ലൈബ്രറി മറക്കല്ല കേട്ടോ ഡൗൺലോഡ് ചെയ്യാൻ. ലൈബ്രറി ഡൗൺലോഡ് അതിന് ആപ്പിനായിട്ടുള്ള ലൈബ്രറി ഉണ്ട്. ആ ലൈബ്രറി ഡൗൺലോഡ് ചെയ്താൽ ഗെയിം പെയർ ചെയ്തിട്ട് വർക്കാവുള്ളൂ. ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്ന മെയിൻ കാര്യമുണ്ട്, ലൈബ്രറികൾ ഒന്നിൻ്റെയും മിസ്സാക്കാൻ പാടില്ല ഇൻസ്റ്റാൾ ചെയ്ത്. കാരണം നിങ്ങൾ മിസ്സാക്കിയാൽ കോഡ് ഇറ കാണിക്കുള്ളൂ. പ്രത്യേകിച്ച് ആപ്പിൻ്റെ ഡബിൾ ആപ്പിൻ്റെ നേരത്തെ പറഞ്ഞില്ലേ, arduino ESP ബ്ലൂടൂത്ത് ഡബിൾ, അതിന് തന്നെയായിട്ട് തന്നെ ഒരു ലൈബ്രറി ഉണ്ട്. ആ ലൈബ്രറീൻ്റെ എല്ലാ ഡീറ്റെയിൽസും ലൈബ്രറി അടക്കം ഞാൻ ലിങ്കിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അത് ഡൗൺലോഡ് ചെയ്യാൻ മറക്കല്ല. അത് മറന്നാൽ പിന്നെ കോഡ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്തിട്ട് കാര്യമില്ല. പിന്നെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചിട്ട് പ്രോഗ്രാം ചെയ്യുന്നവർക്ക് ലൈബ്രറി എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യുന്നതെന്ന് അറിയണ്ടാവില്ല ഈ arduino ആപ്പ് വെച്ചിട്ട്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ, ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് അതിൽ ട്രിപ്പിൾ ഡോട്ട് കാണണം റൈറ്റ് ഭാഗത്ത്. അത് ക്ലിക്ക് ചെയ്താൽ ലൈബ്രറീസ് എന്ന് കാണണം. അതിൽ നിന്ന് ആഡ് ലൈബ്രറീസ് എന്ന് കാണുന്നത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ എവിടെയാണോ ആ ലൈബ്രറി ഡൗൺലോഡ് ചെയ്ത് വെച്ചെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്തിട്ട് ക്ലിക്ക് അടിക്കുക. പിന്നെ ഇതാ ശരിയായി സെറ്റ് കഴിഞ്ഞാൽ ഇപ്പോൾ ഡൺ എനിക്ക്. അത്രേ ഉള്ളൂ, സിമ്പിളാണ്. അത് ചെയ്യാൻ മറന്നാൽ പിന്നെ കാര്യം കേട്ടോ. അത് ശ്രദ്ധിക്കണം മെയിനായിട്ട്. ലാപ്ടോപ്പും ഉപയോഗിക്കാം. നിങ്ങൾക്ക് സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചിട്ട് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് പ്രോഗ്രാം ചെയ്യാം. അല്ലാത്തവർക്ക് PC ലാപ്ടോപ്പ് ഉപയോഗിച്ചിട്ട് പ്രോഗ്രാം ചെയ്യാം, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാൻ ചെയ്യുന്നത് PC ലാപ്ടോപ്പ് ഉപയോഗിച്ചിട്ടല്ല, സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചിട്ടാണ്. ഈസിയായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നത്. അതാണ് ഞാൻ മെയിനായിട്ട് ചെയ്യണം. അത് ആ ആപ്പിൻ്റെ പേര് arduino എന്നാണ്. അത് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്, ഡൗൺലോഡ് ചെയ്യാം. പിന്നെ ഈ OTG അഡാപ്റ്റർ വർക്കാണെങ്കിൽ അത് വർക്കായാൽ മാത്രമേ കാര്യമുള്ളൂ. അത് വർക്കാണെങ്കിൽ നിങ്ങളുടെ മൊബൈൽ സെറ്റിങ്സിൽ OTG അഡാപ്റ്ററിൻ്റെ കണക്ഷൻ ഓണാക്കി വന്നോ. ഓക്കെ, അത് ഓണായാൽ മാത്രമായിട്ട് വർക്കാവുള്ളൂ. അതുകൊണ്ട് മറക്കരുത് OTG അഡാപ്റ്റർ വർക്കാൻ വേണ്ടിയിട്ട്. മൈക്രോ USB കേബിൾ ESP32 കണക്ട് ചെയ്യുക. എന്നിട്ട് സ്മാർട്ട് ഫോണിലാണെങ്കിൽ കണക്ട് ചെയ്യണമെന്ന് വെച്ചാൽ അഡാപ്റ്റർ യൂസ് ചെയ്യുക. അത് സ്മാർട്ട് ഫോൺ കണക്ട് ചെയ്യുക. നമുക്ക് പ്രോഗ്രാം ESP32 അപ്ലോഡ് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ PC ഉപയോഗിക്കാം, ലാപ്ടോപ്പ് ഉപയോഗിക്കാം. എൻ്റെ എളുപ്പത്തിന് ഞാൻ ഉപയോഗിക്കുന്നത് സ്മാർട്ട് ഫോണാണ്. നേരത്തെ ഒരു ആപ്പിൻ്റെ പേര് പറഞ്ഞില്ലേ, arduino ആ ആപ്പാണ് ഞാൻ ഉപയോഗിക്കണം. ആപ്പ് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ആദ്യം ആ ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് ആ റൈറ്റ് ഭാഗത്ത് കാണുന്ന ട്രിബിളോട് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുക. ആ സെറ്റിങ്സിന് ടൈപ്പ് ഓഫ് ബോർഡ് സെലക്ട് ചെയ്യാം, ESP32. എന്നിട്ട് ESP32 സെലക്ട് ചെയ്തിട്ട് കുറേ മോഡലുകൾ കാണും. ആ മോഡലിൽ നിന്ന് ഞാൻ ക്ലിക്ക് ചെയ്യുന്ന ഈ മോഡൽ നിങ്ങൾ സെയിം ആയിട്ട് ക്ലിക്ക് ചെയ്യുക. ആ ക്ലിക്ക് ചെയ്തിട്ട് പ്രോഗ്രാം റൈറ്റ് ചെയ്യുക. പ്രോഗ്രാം റൈറ്റ് ചെയ്തിട്ട് റൈറ്റ് ഭാഗത്ത് കാണുന്ന ട്രിബിളോട്ട് വീണ്ടും ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിൽ നിന്ന് ലൈബ്രറീസ് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ നിന്ന് മാനേജ് ലൈബ്രറി ക്ലിക്ക് ചെയ്യുക. ലൈബ്രറി ക്ലിക്ക് ചെയ്തിട്ട് അതിൽ നിന്ന് അവൈലബിൾ എന്നാണോ, അവൈലബിൾ ക്ലിക്ക് ചെയ്യുക. അവൈലബിളിൽ നിങ്ങൾക്ക് ഏത് ലൈബ്രറിയാണോ ഇൻസ്റ്റാൾ ചെയ്യുന്നത് ആ ലൈബ്രറി സെർച്ച് ബാറിൽ സെർച്ച് ചെയ്യുക. എന്നിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് എല്ലാം ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം പ്രോഗ്രാം സേവ് ചെയ്യുക. സേവ് ചെയ്തതിന് ശേഷം വെരിഫൈ ചെയ്യുക. വെരിഫൈ ചെയ്തതിന് ശേഷം അപ്ലോഡ് ചെയ്യുക. കുറച്ച് സമയം പിടിക്കും. അത് കഴിഞ്ഞാൽ പ്രോഗ്രാം സെറ്റായ ഗെയിം സെറ്റ്. ESP32 കൊണ്ട് ഉപയോഗിച്ചുണ്ടാക്കിയ ഗെയിം കൺട്രോൾ ചെയ്യുന്നത് ഡബിൾ എന്ന ഈ ആപ്പ് കൂടെയാണ്. അത് ബ്ലൂടൂത്ത് വഴിയാണ് കൺട്രോൾ ചെയ്യണത്. ആ ആപ്പ് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. നിങ്ങൾ ഡബിൾ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ arduino ESP ബ്ലൂടൂത്ത് ഡബിൾ എന്ന് കിട്ടും. അത് ഡൗൺലോഡ് ചെയ്യാം. എന്നിട്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്തിട്ട് അതിൽ ഗെയിം പാഡ് ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ സ്ക്രീൻ കിട്ടും. ആ സ്ക്രീൻ കിട്ടിയാൽ ഗെയിം പെയർ ചെയ്യാം. അതിൻ്റെ കോഡിൽ ഉണ്ടാവും ബ്ലൂടൂത്ത് കണക്ഷൻ ചെയ്യുന്ന ആ നെയിം നോക്കിയിട്ട് പെയർ ചെയ്യാം. ഗായ്സ്, ഇങ്ങനെ നമുക്ക് ഗെയിം കളിക്കാം. അതിനായി ESP32 സ്മാർട്ട് ഫോണുമായി പെയർ ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള ടൈപ്പ് ലെവൽ സെറ്റ് ചെയ്യാം. അതിൽ ഈസി ഉണ്ട്, നോർമലുണ്ട്, ഹാർഡ് ഉണ്ട്. കണ്ടില്ലേ ഗൈസ്, ഗെയിം അടിപൊളിയല്ലേ? തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? അതുപോലെ നമുക്ക് സൂപ്പറായിട്ട് കളിക്കാം ഗെയിം.
ഗെയിം ഇഷ്ടപ്പെട്ടെങ്കിൽ വ്യൂ മാത്രം തരാതെ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ.